ബഹുമാനമുള്ള അധ്യക്ഷൻ ലോക്കൽ മാനേജർ അച്ഛൻ, എൻ്റെ സുഹൃത്തും രത്നാത്മായിരുന്ന ഫ്രാൻസിസ് സാർ, ഇപ്പോൾ ഈ സ്കൂളിലെ മനസ്സിലായിരുന്ന സുനിൽകുമാർ സാർ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച അധ്യാപകർ എന്ന് പറയുന്നതിനേക്കാൾ സഹോദരിമാരായ അധ്യാപകമാരെ, എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഈ സന്ദർഭം ഞാൻ വളരെ വലുതായി കാണുകയാണ്. കഴിഞ്ഞ റിട്ടയർമെന്റിന് ശേഷം 2-3 പ്രാവശ്യം നമ്മുടെ സ്കൂളുകളിൽ പോയപ്പോഴൊക്കെ ഞങ്ങൾ ആഗ്രഹത്തിന് അപ്പുറമായിട്ട് കുട്ടികൾ അധ്യാപകരെ സ്നേഹിക്കുന്നെന്നും അവർ നല്ല രീതിയിലേക്കാണ് വിദ്യാഭ്യാസം ചെയ്ത് ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും സബലീകരിച്ചല്ലോ എന്ന് അവരെ കാണുമ്പോഴും സംസാരിച്ചപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. എന്നെ കാണുവാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 10ഓളം സാർ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും അധ്യാപകരെക്കാൾ ഉന്നതിയുള്ള വിദ്യാഭ്യാസം നേടി ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന അത് കണ്ടപ്പോൾ വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും തോന്നി. ഞങ്ങൾ കണക്കോ ഇംഗ്ലീഷോ പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അതൊരു ഭാഗമാണ്, ജീവിതമാണ് ഈ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ജീവിതം അത് ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് മുന്നേറിയെന്ന് എനിക്ക് വലിയ സന്തോഷത്തോടെ ഓർമ്മിക്കാൻ. ഈ സ്കൂളിലെ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ എനിക്കൊരുപാട് നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. എപ്പോഴും അത് ഞാൻ ഓർമ്മിക്കും. പിന്നെ അവിടെ അന്നുണ്ടായിരുന്ന അധ്യാപക സമൂഹം വാസ്തവത്തിൽ അധ്യാപകരായിരുന്നല്ല, സഹോദരങ്ങളെ പോലെ, ഒരു വീട്ടിലെ ഒരു അമ്മയുടെ മക്കളെ പോലെ സന്തോഷത്തോടെ ആശയവിനിമയം ചെയ്ത് സന്തോഷിച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ആ കാലഘട്ടം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കുട്ടികളിൽ നിന്ന് സ്നേഹവും അങ്ങനെ തന്നെയാണ്. ഞാനൊരു ദിവസം ദിലീപ് കുമാർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ അമ്മയോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അമ്മ പറയുകയുണ്ടായി, പരീക്ഷയ്ക്ക് 2 മാസം മാത്രമുള്ളപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന പിന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി ഞാനത് പറയുന്നതാണ്. പഠിത്തത്തെ കുറിച്ചൊക്കെ എങ്ങനെ ചർച്ച കൊണ്ടിരുന്നപ്പോൾ മകനെക്കുറിച്ച് അമ്മ പറഞ്ഞ കമന്റ്, ഇവൻ വൈകുന്നേരം വരെ 10-10:30 മണിക്ക് പഠിക്കും, പഠിച്ചതിന് ശേഷം വളരെ നേരം ഹിന്ദി സിനിമ മാത്രം കാണും, സിനിമയും പാട്ടും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മുതൽ എൻ്റെ SSLC പരീക്ഷ തീരുന്നത് വരെ ഞാനൊരു TV കാണുകയില്ല എന്ന് അമ്മയോട് പറഞ്ഞ് തൻ്റെ പഠനമുറിയിൽ നിന്നും കൊണ്ട് കാണുന്ന ആ TV എനിക്ക് കാണാത്ത വിധം മാറ്റി സ്ഥാപിക്കണമെന്ന് അമ്മയോട് പറഞ്ഞ കാര്യം ഞാൻ അന്നെന്ന പോലെ ഇന്നും ഓർമ്മിക്കുന്നു. അപ്പോൾ ആ ഉത്തരവാദിത്വം മാതാപിതാക്കളായ നിങ്ങളുടെ മക്കളൊക്കെ അത് പകരേണ്ടതാണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ, ഇന്ന് കമ്പ്യൂട്ടറും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നല്ലതിനോടൊപ്പം അതിനേക്കാൾ എത്രയോ അഗാധമായി എത്രയോ മടങ്ങ് ദോഷകരമായ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് നന്നായിട്ടറിയാം. ഞങ്ങളെക്കാൾ ഇപ്പോൾ നിങ്ങൾ ഈ സംവിധാനങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അത് അതുപോലെ തന്നെ ചില ഇത്തരത്തിലുള്ള നല്ലതും ചിലപ്പോൾ തഴയപ്പെട്ട ചില വിദ്യാർത്ഥികൾ അവരോട് ഇടപെട്ടപ്പോഴൊക്കെ അവർ പോലും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം ചിലത് ഓർമ്മിക്കാതിരിക്കാൻ തുടങ്ങി. അപ്പോൾ സാധാരണ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴേക്കും ഒരു അല്പസമയമെങ്കിലും നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു, വീട് എവിടെയാണ് എന്ന് അച്ഛനമ്മമാർ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവരെക്കുറിച്ചുള്ള അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇന്ന്
നിങ്ങളെല്ലാവരും ബഹുഭൂരിപക്ഷവും ഏത് തൊഴിൽ സ്വീകരിച്ചാലും സന്തോഷത്തോടെ നിങ്ങൾ വേദിയിലിരിക്കുന്നതും ഞങ്ങളെ കാണാമെന്നതും ഞങ്ങളെ സ്വീകരിച്ചതുമൊക്കെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. സാധാരണ ധാരാളം പറയാനുള്ളപ്പോൾ പറയാൻ ഒട്ടും പുറത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഓർമ്മിക്കാൻ. അധ്യാപകനായത് തന്നെ ദൈവം ഞങ്ങൾക്ക് തന്ന, പ്രത്യേകിച്ച് എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈ സ്നേഹം ഇത്രയും ദീർഘകാലമായി സർവീസിൽ നിന്നും മാറി നിന്ന് ഏതാണ്ട് 2003 ഞാൻ പെൻഷനായി. ഇപ്പോഴും ആ കുട്ടികളെ കാണുകയും ആ കുട്ടികളെ ഓർമ്മിക്കുകയും ഇപ്പോഴും അവരെ കാണുമ്പോൾ അതിനേക്കാൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസരങ്ങൾ ഇപ്പോഴുണ്ടാകും. കഴിഞ്ഞ അന്ന് 1994-95 കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായിരുന്നവർ ഇപ്പോൾ കണ്ടപ്പോൾ ചിലരെയൊക്കെ മുഖം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും അധ്യാപകനാണ്. ഏകദേശം 48 വർഷം തുടർച്ചയായി സ്കൂളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലുമായി എൻ്റെ വീട്ടിൽ വന്ന് കുറേ കുട്ടികൾ പഠിക്കാൻ വരും. അപ്പോൾ ഈ 48 വർഷം ഞാൻ ഇന്നും എനിക്ക് അധ്യാപകനായി കഴിയാൻ എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും ഇതിനു വേണ്ടി ചിലവാക്കാൻ തരത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ്, കുട്ടികൾ ഞങ്ങളെ ഉൾക്കൊണ്ടു, ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വീട്ടിനോടും മാതാപിതാക്കളോടും നിങ്ങളുടെ കുടുംബത്തോടും എത്രമാത്രം ഉത്തരവാദിത്വമുള്ളവരായിരിക്കുന്നു എന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. നിങ്ങളുടെ ഭാവി ജീവിതം ഏറ്റവും ധന്യവും സന്തോഷവും. നിങ്ങൾ ഇനിയും ഒരുപാട് ഉന്നതങ്ങൾ കടന്നില്ലുകയും നിങ്ങളുടെ മക്കളെ നിങ്ങളെക്കാൾ വലിയവരാക്കുവാൻ ജഗദീശൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്തോഷം, ഈ നല്ല സന്തോഷമുള്ള ഈ അവസരത്തിൽ പങ്കുചേരുവാൻ ക്ഷണിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കും. താങ്ക് യു സർ. നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിലെ ടീച്ചർ ജോഡികളായിരുന്നു ജോൺ സാറും കുമാരി ടീച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർ ജോഡികളുടെ സന്ദേശത്തിന് വേണ്ടി ജോൺ സാറിനെ ക്ഷണിക്കും. ബഹുമാനമുള്ള ഫ്രാൻസിസ് സാർ, എൻ്റെ ഗുരുഭൂതനായ കൃഷ്ണ സാർ, നമ്മുടെ സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ സുനിൽ കുമാർ സാർ, അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന ഡോക്ടർ ദിലീപ്, പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി പങ്കെടുക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. ഈ പ്രൗഢ ഗംഭീരമായ ഈ ഇന്നത്തെ സദസ്സും അതുപോലെ തന്നെ വേദിയും അതിൻ്റെ ഒരുക്കങ്ങളും വളരെ മനോഹരമായ ഒരു അവസ്ഥാവിശേഷം, ഇന്നലകളെക്കുറിച്ച് ഓർമ്മിക്കാനുള്ളൊരു മനോഹരമായൊരു അവസരം ഒരിക്കൽ കൂടെ ഉണ്ടാവുകയാണ്. ഇവിടെ നമ്മുടെ സ്കൂളിൽ യുവജനോത്സവം നടക്കുന്നത് സ്മരിച്ചു പോകുന്നു. ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പ്രൗഢിയോടുകൂടിയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാലം മാറി, എല്ലാത്തിലും ഒരു മാറ്റം വന്നു. അതിൻ്റെ ഭാഗമായി പല പല മാറ്റങ്ങൾ നമ്മുടെ സ്കൂളിലും വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വട്ടം കൂടി എന്ന ഈ ഇത്രയും ഉദാത്തവും ബന്ധുത്വമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ, ഇതിൻ്റെ അണിയറ ശില്പികളെ, നേരിട്ട് പ്രവർത്തിച്ച അക്ഷീണ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി അനുമോദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ സൃഷ്ടിപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നതുപോലെ തന്നെ
വിവിധങ്ങളായ പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഒരു നിർദ്ദേശമുണ്ട്. നമ്മുടെ ഒരു ശിഷ്യൻ ഡോക്ടറായി ഉയർന്നു, അതുപോലെ പല ആളുകളും പല തലങ്ങളിലും ഉയർന്നിട്ടുണ്ട്. എന്നാൽ വളരെയധികം പ്രയാസങ്ങളും മറ്റും അനുഭവിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആൾക്കാരും ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള പദ്ധതികൾ നിങ്ങളുടെ ഒരു ബയോഡേറ്റ തയ്യാറാക്കി നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എവിടെയാണ് ഒരു അന്യൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിങ്ങളുടെ കൂടെ പഠിച്ച വിദ്യാർത്ഥിയുടെ സഹായം ആവശ്യം എന്നത് കണ്ടെത്തി അതിനുള്ള പദ്ധതികൾ കൂടെ നടപ്പിലാക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഇപ്പോൾ പഠനത്തിൽ മുൻപന്തിയിൽ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന നിങ്ങളിലെ മക്കളെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ ഉദ്യോഗ സംബന്ധമായി തൊഴിൽ മേഖലകളിൽ ഏതെല്ലാം നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും, നിങ്ങളുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നിങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിവിധങ്ങളായ പരിപാടികളോടുകൂടി പലവട്ടം ഈ വിദ്യാലയ അന്തരീക്ഷത്തിൽ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് കൂടണം എന്ന ഒരു നിർദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ കാണിച്ച ഈ ആദരത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വാത്സല്യമുള്ള ഡോക്ടർ ദിലീപ്, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, ഈ സ്കൂളിലെ HM പ്രിയപ്പെട്ട സുനിൽ സാർ, ഏറ്റവും സ്നേഹമുള്ള മക്കളെ, കൊച്ചുമക്കളെ, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാനിനി എന്താ പറയേണ്ടത്? നിങ്ങളങ്ങ് വളർന്നിരിക്കുകയല്ലേ ഒത്തിരി ആകാശത്തോളം. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചതും അത് തന്നെയാണ്. നേരത്തെ ആശംസ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേര് ദിലീപ് എഴുതിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവസാനം ഒരു വാക്ക് പറയണമെന്ന്. കാരണം എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോ മാത്രം കാണിച്ച് കടന്നുപോയി. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ വസന്തകാലം ഈ സ്കൂളിലാണ് കഴിച്ചു കൂട്ടിയത്. ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു അത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന പ്രായം അത് അന്ന് എൻ്റെ പ്രായമായിരുന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്രയും പ്രായമില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് വരുന്ന പ്രായം അന്ന് എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാനും നിങ്ങളിൽ ഒരാളായിരുന്നു. ഇപ്പോഴും ഞങ്ങളെല്ലാം ഒരു ക്ലാസ് റൂമിന് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിലാണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറുണ്ട്, ബഹുമാനപ്പെട്ട മാർഗറ്റ് ടീച്ചറുണ്ട്. പഠിപ്പിക്കാൻ പോകാൻ പറയാനും എക്സ്ട്രാ വർക്ക് ഇടാനും ഒക്കെ ആളായിട്ടുണ്ട്. പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് വില്ലിങ് ആണ്. നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആണോ? പക്ഷേ എന്തായാലും ഈ അനവസരത്തിലുള്ള ഈ ഒരു പ്രസംഗം അധിക പ്രസംഗമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും പഠിപ്പിക്കുന്നില്ല. ഇന്നലെ സെപ്റ്റംബർ 8 എന്താ പ്രത്യേകത? സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായിരുന്നു. സാക്ഷരത നാം എല്ലാവരും നേടി. അതിൻ്റെ നന്മകൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായി ഞാൻ കണക്കാക്കുന്നു. കാരണം 22 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയൊരു ഒത്തുകൂടൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വിളിച്ചു കൂട്ടുമ്പോൾ ഒരു പക്ഷേ എൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വരണം എന്ന് ഞാൻ തീരുമാനിച്ചതും. ഇത്രയും ഫാമിലിയെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു സംരംഭം സംഘടിപ്പിക്കുന്നതിന് നിങ്ങൾ കാണിച്ച ആ ഒരു എഫേർട്ട് അത് വളരെ വലുതാണ്. അതിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ അറിയിക്കുകയാണ്. സാക്ഷരത നേടുന്നത് പാഠപുസ്തകം വായിച്ച് പഠിക്കുക മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ, ജീവിത പഠനം,
നിങ്ങൾ എന്ത് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയോ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ കുഞ്ഞൊരു തെറ്റ് കാണിക്കുമ്പോൾ ആ തെറ്റ് ഞാൻ തിരുത്തിയാൽ അവൻ്റെ മനസ്സ് വേദനിക്കില്ലേ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അടി കൊടുക്കേണ്ട സമയത്ത് അടി തന്നെ കൊടുക്കണം. പക്ഷേ അതവർ എന്തിനാണ് അവരെന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നെ അടിച്ചത്, വഴക്ക് പറഞ്ഞത് എന്നവന് ബോധ്യമാകണം. ഡോക്ടർ ദിലീപ് 8A ഞാൻ ക്ലാസ് ടീച്ചർ ആയിരുന്നപ്പോൾ ബാക്ക് ബെഞ്ചിൽ ദിലീപിൻ്റെ ഒരു നോട്ട് ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു നോട്ട് ബുക്ക്. ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ മോശം കുട്ടികളാണെന്ന് ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഒത്തിരി ക്ലാസ്സുകളിൽ ഞാനൊരു പ്രഥമാധ്യാപികയായിട്ടാണ് വിരമിച്ചതെങ്കിലും 26 വർഷം ഞാനൊരു അധ്യാപികയായിരുന്നു. അതുകൊണ്ട് തന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരെ മുതൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരിക്കലെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. ഇപ്പം ദിലീപ് ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ വളരെ സിമ്പിളായിട്ടിരിക്കും. പക്ഷേ ദിലീപിനോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആപ്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. പരീക്ഷാ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. അത് മറ്റു കുട്ടികൾക്കൊരു പ്രചോദനമായിട്ട് ഞാൻ പറയുമായിരുന്നു. ഞാനും ബാക്ക് ബെഞ്ചിലാണ് ഇരുന്ന് പഠിച്ചത്. ഞാൻ വലിയ ഡോക്ടറൊന്നും ആയില്ലെങ്കിലും ഇത്രയെങ്കിലും ആയില്ലേ. അപ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത് മോശമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 7-8 വർഷം മുമ്പ് എൻ്റെ മകൾക്ക് വൈറൽ ഫീവറായിട്ട് നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഡോക്ടറായിട്ട്. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന ദിലീപ് എന്തോ എന്നെ മനസ്സിലാകാത്തതുപോലെ എനിക്ക് തോന്നി. അതൊരു നൊമ്പരമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തിരക്കായിരിക്കാം, എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വളരെയധികം ഫീൽ ചെയ്ത ഒരു സംഭവമായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു, എൻ്റെ മോള് ഡെൻ്റൽ ഡോക്ടറാണ്. അപ്പോൾ മോൾ അന്ന് അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ എന്നെ മനസ്സിലായില്ലേന്ന് അറിഞ്ഞുകൂടാ, എന്തോ എനിക്കൊരു വിഷമം തോന്നണം, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദിലീപിനെ കുറിച്ച് അന്ന് ഒരുപാട് ഉയർത്തിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലും എൻ്റെ ഓർമ്മയിൽ എന്താണ്, എന്നെക്കുറിച്ച് എന്തെങ്കിലും കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിട്ടാണോ എന്നോട് അന്ന് അങ്ങനെ. കാരണം കാണാത്തപ്പോൾ പലപ്പോഴും ഓടി വന്ന് ടീച്ചറെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒത്തിരി കുട്ടികൾ ഈ അടുത്ത കാലത്തും കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണാതെ ടീച്ചറിനെ ഞാൻ കണ്ടതുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം പിന്നെ എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ദിലീപ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ ദിലീപാണെന്ന് പറഞ്ഞിട്ട് ഒരമ്മയുടെ വാത്സല്യം നുകരുന്നത് പോലെ എൻ്റെ അടുത്ത് ചേർന്നിരുന്നപ്പോൾ എൻ്റെ എല്ലാ നൊമ്പരവും വിഷമവും അലിഞ്ഞു പോയി. അതാണ് ഒരമ്മയുടെ സ്നേഹം. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ പേരോർമ്മയില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ മുഖം കണ്ടില്ലേ, അതിനൊരു മാറ്റവുമില്ല. ആ കുഞ്ഞു മുഖം അല്പം വലുതായി, ആ ചിരിക്കൊന്നും യാതൊരു മാറ്റവുമില്ല. ഇതെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ചിരി മനുഷ്യനെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ചിരി മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. പിന്നെ ഇന്നത്തെ പത്രത്തിൽ ഒത്തിരി സമയമായി എന്നറിയാം, ഒരു വാക്ക് കൂടെ പറഞ്ഞോട്ടെ. ഇന്നത്തെ പത്രത്തിൽ പ്രശസ്ത സംഗീത സംവിധായകൻ A.R. റഹ്മാൻ പറഞ്ഞിരിക്കുന്നു, ഇത് എൻ്റെ ഇന്ത്യ അല്ല, ഇന്ത്യ ഭാരതം നാം മാതാവായി കാണുന്നു. ഞാൻ ജനിച്ചു വീണ മണ്ണ്, ഞാൻ പിച്ച വെച്ച് നടന്ന മണ്ണ്, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, സ്വപ്നം കാണാൻ പഠിപ്പിച്ച, എൻ്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച എൻ്റെ മണ്ണ്. ഒരു ദിവസം ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു മാതാവിനെ നോക്കിയിട്ട് ഇതെൻ്റെ അമ്മ അല്ല എന്ന്. ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക് കണ്ടിട്ടാണ് A.R. റഹ്മാൻ അങ്ങനെ പറഞ്ഞത്. ഈ ലോകത്തെ മുഴുവനും നന്നാക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയെന്ന് വരില്ല. എത്രയോ ഭരണ സംഘടനകളും എത്രയോ പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ
നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാനാകും നമ്മുടെ കുടുംബത്തിൽ. ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം, പല കുടുംബങ്ങൾ ചേരുന്ന സമൂഹം നന്നാവും. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ഇതെൻ്റെ ഇന്ത്യയാണ് എന്ന് പറയുന്ന വിധത്തിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ വളരെ സ്നേഹം വാത്സല്യവുമുള്ളവരാണ്, വലുതാണ്. പക്ഷേ ഈ മക്കൾ എന്ത് ചോദിച്ചാലും നാം കൊടുക്കരുത്. 10 രൂപ ചോദിച്ചാലും അതെന്തിനാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ കൊടുക്കാവൂ. എനിക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 70,000 രൂപ 50,000 രൂപ ശമ്പളമുണ്ട്, പിന്നെ എൻ്റെ മോൻ 10 രൂപ ചോദിച്ചാൽ എനിക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ആ 10 രൂപ അവൻ എന്തിനു വിനിയോഗിക്കുന്നു എന്നറിയാനുള്ള കടമ, ബാധ്യത മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്കുണ്ട്. അത് ആദ്യമേ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അവനത് പാലിക്കും. എനിക്ക് ഉദാഹരണം സഹിതം എൻ്റെ മക്കളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. 1 പൈസ പോലും അധികമായിട്ട് കൊടുക്കാറില്ല. അന്നൊന്നും കൊടുക്കാനില്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ മറ്റൊരു കാര്യം, മൊബൈൽ ഫോണ് 2 വയസ്സാകുമ്പോൾ മുതലേ മൊബൈൽ ഫോൺ കളിക്കാനെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. പക്ഷേ അവൻ അതിൽ എന്ത് കളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും, നമ്മുടെ മക്കളെ നമ്മൾ ആരെ ഏൽപ്പിച്ചു പോയാലും അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മുടെ ഒരു കണ്ണല്ല 2 കണ്ണും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ കൂടെ ഉണ്ടാകണം. ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, ഇത് സംഘടിപ്പിച്ചവർക്കും, നിങ്ങളുടെ എല്ലാ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഇത്രയും നല്ലൊരു സദസ്സ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരുടെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു പ്രാർത്ഥനയോടെ. എന്നെ സംബന്ധിച്ച് അറിയാതെയാണെങ്കിൽ പോലും എന്നെ ഇത്രയേറെ സ്നേഹിക്കുകയും എൻ്റെ ഓർമ്മകൾ വളരെയധികം ആത്മാർത്ഥതയോടെ സൂക്ഷിക്കുകയും ചെയ്ത അനിത ടീച്ചറിന് അറിയാതെ ഒരു മുറിവുണ്ടാക്കിയതിലുള്ള ആത്മാർത്ഥമായ ക്ഷമാപണം നിങ്ങളെല്ലാവരെയും മുൻനിർത്തി ടീച്ചറോട് ചോദിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് അനിത ടീച്ചർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിനീതിൻ്റെ കാറ് റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തി പോയി ടീച്ചറെ കാണില്ലായിരുന്നു. അതൊന്ന്. 2, ടീച്ചർമാരുടെ എല്ലാവരുടെയും ഇടയിലേക്ക് വന്ന് അനിത ടീച്ചറിന്റെ സൈഡിൽ ഒരു കസേരയിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് മീശയൊക്കെ മുളച്ചതിന് ശേഷം എൻ്റെ അമ്മയോട് പോലും ഞാൻ ഇത്രയും ചേർന്നിരുന്ന് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശാരദ ടീച്ചർ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അതിപ്രഗത്ഭരായ വ്യക്തികളെ, ഗുരുഭൂതരെ, കുഞ്ഞുങ്ങളെ, പ്രിയ ശിഷ്യരെ, വിശ്രമ ജീവിതം നയിക്കണം എന്ന് സർക്കാർ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതിന് ശേഷം 2 കാര്യങ്ങളെ മനസ്സിൽ കൂടുതൽ പ്രകാശമായി ഓർമ്മിക്കാനുള്ളൂ. ഒന്ന്, 2014 ഈ കാമ്പൗണ്ടിൽ നടത്തിയ ഗുരുവന്ദനം എന്ന ആ വിശിഷ്ടമായ ചടങ്ങ്, ശിഷ്യഗണത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ ആ നിമിഷങ്ങൾ. 2, ഇന്നീ സദസ്സിൽ പ്രിയരുടെ എല്ലാ ആദരവും ഏറ്റുവാങ്ങിയ ഈ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഈ ഓർമ്മകളായിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 35 വർഷത്തെ സർവീസിനിടയ്ക്ക് 20 വർഷത്തോളം പഠിപ്പിച്ചത് ഈ സ്കൂളിലാണ്. ട്രെയിനിങ് സ്കൂള് പോയതിന് ശേഷം ഞാനിവിടെ പേയാട് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന സമയം 2 ഡിവിഷൻ വീതമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 5, 6, ഇപ്പോൾ 9ാം ക്ലാസ് 9 ഡിവിഷൻ വരെ ആയ സമയമുണ്ടെന്ന് ഇവിടെ പറയുന്നത് കേട്ടു.
അപ്പൊ ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടും വിശുദ്ധ മധ്യസ്ഥന്റെ അനുഗ്രഹം കൊണ്ടും ഈ സ്കൂള് അനവരതം പുരോഗമിച്ച് അഭിവൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഇതിന് അടിസ്ഥാന ശിലകളായത് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ അധ്യാപകരുൾപ്പെടെ ഒരു വൃന്ദം ഉണ്ട് എന്ന് ഈ പ്രത്യക്ഷ അനുഭവങ്ങളിലൂടെ അവരെ വ്യക്തമാക്കുന്നു. മലയാളം കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഹിന്ദിക്ക് ഇംഗ്ലീഷിനും 10 മാർക്ക് കിട്ടുന്നവർ ജയിച്ചു പോകും എന്നതുകൊണ്ട് 9 മണിക്ക് മുമ്പും 5 മണിക്ക് ശേഷവും കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് അമിതമായ താല്പര്യം ഉണ്ടായിരുന്നു. പുത്രനാണ് ശിഷ്യൻ, വേദനിക്കാതെ ലഭിച്ച പുത്രനാണ്, പുത്രിയാണ് ശിഷ്യഗണം. പുത്രനൊരു സംശയം കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അമിതമായ ജോലി തിരക്ക്, കൊണ്ടുപോകുന്നു പറയും. ശിഷ്യനൊരു സംശയം കൊണ്ടുവന്നാൽ അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ അപ്പുറവും മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു വ്യഗ്രത ഞങ്ങൾക്കുണ്ടാകും. അത് ദൈവാനുഗ്രഹം മക്കൾക്ക് ലഭിക്കും എന്നുറപ്പുണ്ട്. അതിൻ്റെ അനുഭവം എനിക്കും ലഭിച്ചിട്ടുണ്ട്. ആ കുട്ടികളിലൂടെ ദൈവം ചെരിയുന്ന പ്രകാശത്തെ അന്ധകാരം അകറ്റാനുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നതാണ് ശിക്ഷണം. നിങ്ങൾ ഈ ഞങ്ങൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ കത്തിലൂടെ നിങ്ങൾ ആസ്വാദ്യകരമായി അനുഭവിച്ച ചില വാക്കുകൾ എന്നെ കൂടുതൽ ചിന്താകുലയാക്കി. നിങ്ങൾ ആസ്വദിച്ചതാണ് ഞങ്ങളുടെ ശിക്ഷണങ്ങൾ. പക്ഷേ ഞങ്ങൾ ശിക്ഷിച്ചതും ശിക്ഷണം തന്നതും ശകാരിച്ചതും വ്യക്തിയെ അല്ല, വ്യക്തിയിലൂടെ വളർന്നു വരാനുള്ള ആ കുറവുകളെ മാത്രം. വ്യക്തിയെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചൂരലെടുക്കേണ്ടി വന്നത്, ഞങ്ങളുടെ നാവുകൾ ചലിപ്പിക്കേണ്ടി വന്നത്. ആ സ്നേഹം ഈ ശിക്ഷണത്തിലൂടെ ആ കുറവുകൾ നികത്തിക്കൊണ്ട് കലാപരമായും കായികപരമായും അറിവിലൂടെയും ഒക്കെ നിങ്ങൾ വലിയ വലിയ ആൾക്കാരായി തീരണം എന്നുള്ള ആ ഒരു സതുദ്ദേശത്തിലൂടെ ആ തെറ്റുകളെ മാത്രം, ആ ഒരു കുട്ടി അച്ചടക്ക ലംഘനം കാണിച്ചാൽ എല്ലാവർക്കും അതൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഓരോ കുട്ടികൾ തരുന്നത് അമിതമായ സ്നേഹം കൊണ്ടാണ്. പഴയ പോകുന്ന ആരെയും പിടിച്ച് ഞങ്ങൾ കൊട്ടാറില്ല, തല്ലാറില്ല, പിന്നെ എപ്പോഴൊക്കെ പറയാറില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്ന് ബോധ്യമുണ്ട്. കാരണം ഇന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഔന്നത്യത്തിൽ വിലസുന്ന ആയിരക്കണക്കിന് കുട്ടികളാകുന്ന ഉന്നത ഉദ്യോഗസ്ഥര് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അന്ന് കുട്ടികളായിരുന്നു, ഇന്നവർ ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഔന്നത്യത്തിൽ ജോലി ചെയ്യുന്നവരെ. എല്ലാ ജോലിയും മാന്യമാണ്, എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തു പോകുന്നവരാണ്. എങ്കിലും ആ ഔന്നത്യത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ദിലീപിനെ പോലെയും മറ്റൊത്തിരി പേരുണ്ട്. അപ്പൊ ഇവരുടെ അനുനിമിഷം ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിമിഷങ്ങൾ കളയാതെ IT മേഖലകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിമിഷം കളയാതെ ജോലി ചെയ്യുന്ന ഇവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളാകരുതല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ വഴി നടക്കുന്നത് പോലും. കാണുന്നതെല്ലാം ശിഷ്യരാണ് എന്നൊരു തോന്നൽ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു ബന്ധം, ആ ഒരു നന്മ നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അത് നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറകൾക്ക് പകർന്നു നൽകണം. ആ തലമുറകളും രക്ഷപ്പെടണം. ജഗദീശൻ അവർ എല്ലാവരെയും അനുഗ്രഹപൂർവ്വം വളർത്തണം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. അവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. കുട്ടി മുറികൂട്ടിയിരുന്ന് പഠിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അവിടെ എന്ത് ചെയ്യുന്നു എന്ന് വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരുടെയും കാര്യമല്ല, ചിലര് രാത്രി മുഴുവനും വിരലമർത്തി ഈ യന്ത്രങ്ങളിലൂടെ വിദേശികളെയും സ്വദേശികളെയും കൊള്ളക്കാരെയും കാവട്ടിക്കാരെയും കൊലപാതകളെയും ഒക്കെ ആയിട്ട് സംവാദം ചെയ്യുന്നവര് പ്രഭാതമാകുമ്പോൾ എണീറ്റ് വന്ന് ആ രാത്രി മുഴുവനും ഉറക്കമുഷിഞ്ഞതിൻ്റെ കഷ്ടപ്പാടിലൂടെ തലയും കുമ്പിട്ട് ഉദ്യോഗരംഗത്തോ പഠന രംഗത്തോ ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനാകാത്ത വിധം അച്ഛനോടും അമ്മയോടും വരെ ചൂണ്ടുന്ന ഒരു പ്രവണതയിലേക്ക് ഒരു മാറിക്കടി. വിശ്രമിക്കേണ്ടപ്പോൾ വിശ്രമിക്കുക. 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും വിശ്രമം അത്യാവശ്യമാണ്.
നിങ്ങൾ നേരത്തെ കിടന്നിറങ്ങുക, ഇരിക്കുക. ബാക്കി എല്ലാ വിനോദങ്ങളും നമുക്ക് എപ്പോഴും ആകാം. ഡ്യൂട്ടി ഫസ്റ്റ്, ഡ്യൂട്ടി നെക്സ്റ്റ്, ഡ്യൂട്ടി. അപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഐകരൂപ്യം വരുത്തിക്കൊണ്ട് ഇത്തരം ഒരു ആഘോഷ പരിപാടിയുടെ ആസൂത്രണം ചെയ്യാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ എത്രയോ ദിവസങ്ങളായി നിങ്ങൾ തുടങ്ങിയിരിക്കാം. ഇതൊരു മഹാസംരംഭത്തിൻ്റെ മുന്നോടിയാണ്. നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്, ഈ ജനറേഷന് പ്രയോജനകരമായി ഭവിക്കും എന്നുറപ്പുണ്ട്. ഓരോ വ്യക്തിയും ഓരോ സമൂഹവും ഈ ഗ്രൂപ്പിനെ അംഗീകരിക്കുക, ആശംസിക്കുക. ഇനിയും കൂട്ടായ പ്രവർത്തനങ്ങൾ എല്ലാവരിലൂടെയും ലഭിക്കട്ടെ എല്ലാവർക്കും എന്ന ചിന്ത ജഗദീശന്റെ മുമ്പ് സമർപ്പിക്കുകയാണ്. എല്ലാവരെയും ഒന്നുകൂടി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. നമസ്കാരം. ബഹുമാനമുള്ള യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ദിലീപ്, പ്രഥമ അധ്യാപകരെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ ഒരു നല്ല പകൽക്കാലം തന്നതിന് 1000 നന്ദി ആദ്യമേ എൻ്റെ വിദ്യാർത്ഥികളോട് അറിയിച്ചുകൊള്ളട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ സ്കൂളിൽ വന്ന ഓർമ്മ, സ്കൂളിൽ ആയിരുന്നപ്പോഴുള്ള പല ഓർമ്മകൾ, പഴയ ഓർമ്മകൾ ഉണർത്തുവാൻ ഈ കൂടി ഒരു സഹായിച്ചു. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് 40 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും കൂടെ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊന്നും കൂടി. പക്ഷേ ഈ 40 വർഷം കഴിഞ്ഞാൽ പലരെയും ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടി വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്നവര്, അവര് 77 ബാച്ചിന്റെ ഇന്നലെ 40 വർഷം തികയുന്നതിന്റെ കൂടി വരവ് ഇന്നലെ, ഇന്നും നാളെയും കൂടെ ഞങ്ങളുടെ പൂവാർ ഒരു റിസോർട്ടില്. അപ്പൊ എൻ്റെ അടുത്തായത് കാരണം നിർബന്ധമായിട്ട് എന്നെ കൂട്ടി. ഇത്രയും വർഷങ്ങളായി, നല്ല വയസ്സായി, പക്ഷേ എന്താ പറയണ്ടേ, അവർ കൂടി വരവിന്റെ ഒരു രീതിയും നിങ്ങളുടെ ഈ സൗഹൃദവും എൻ്റെ ഡിഫറൻ്റാണ്. നിങ്ങളുടെ ഈ സ്നേഹവും പരസ്പര സഹകരണവും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത് നിലനിർത്തണം എന്ന് എവിടെ വെച്ച് കൂടെ പഠിച്ചവരുടെ മക്കളെ കാണുമ്പോഴും കുടുംബാംഗങ്ങളെയൊക്കെ കാണുമ്പോഴും തിരിച്ചറിയത്തക്ക വേണം ഈ സൗഹൃദം നിങ്ങൾ നിലനിർത്തി പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളർത്തുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് എനിക്ക് 4 പേരക്കുട്ടികളാണ്, 4 പെൺകുട്ടികൾ. 2 പേര് 3, ഒരാൾ 4. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ട്യൂഷനില്ല, പാരൻസ് ഒന്നും പറഞ്ഞു കൊടുക്കൂല. ആവശ്യമുള്ള സാധനം നെറ്റിൽ നിന്നെടുത്ത് അവള് പ്രോജക്റ്റ് ചെയ്യാനായാലും എന്ത് സംശയം ഉണ്ടെങ്കിലും അവള് തിരുത്തി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, ഇന്നത്തെ യുഗത്തിൽ മക്കളെ വളർത്തേണ്ട കാര്യം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് മതവിശ്വാസികളായാലും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശീലിപ്പിക്കും. പ്രാർത്ഥന ഒരു സ്വഭാവം കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റില്ല. ഇന്നത്തെ കാലഘട്ടം ഏത് നിമിഷം കോളേജ് ക്യാമ്പസ് ആയാലും സ്കൂളിലെ ക്യാമ്പസ് ആയാലും കണ്ടു കഴിഞ്ഞാല് നിങ്ങളൊന്നും പഠിച്ച കാലഘട്ടം അല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഒരു ശീലം, അപ്പൊ ഒരു ദൈവവിശ്വാസം ഒന്നാമതായി കുഞ്ഞുങ്ങൾ കൊടുക്കുക, ബാക്കി എല്ലാം തനിയെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കൊള്ളും. ആ കാര്യമാണ് പറയാനുള്ളത്. ഈ കൂടിവരവ് ഇനിയും നിങ്ങൾ തുടരുക. ഇന്ന് നിങ്ങൾ തന്ന സ്നേഹം, എല്ലാ സ്നേഹാദരങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും നിർത്തുന്നു. നന്ദി. ഒരു വട്ടം കൂടി എന്ന ഈ പരിപാടിയുടെ ഭാവി ചില തലങ്ങളിലെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഭാവി പരിപാടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കൺവീനറായിട്ടുള്ള പ്രസി എസ്.പി. ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന അധ്യാപകരെ, വേദിയിലിരിക്കുന്ന പ്രിയ അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
കുഞ്ഞുങ്ങളെ, വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും വലിയ നമസ്കാരം. എന്ന് പറയുന്ന വ്യക്തിക്കുപരി ഒരു വട്ടം കൂടി എന്നെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. 1-2 മിനിറ്റിൽ മാത്രം. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ കൂട്ടായ്മയെ ഈ വിജയത്തിലോട്ട് എത്തിക്കാൻ കഴിയും. ആദ്യം ഞങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി ഇതിലേക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായി. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ ഗ്രാജുവലി അത് ഒരു കമ്മിറ്റിയിലോട്ട് ഞങ്ങൾ മാറ്റാൻ കഴിയും. ഇട്ടുകൊണ്ട് വളരെ കുറഞ്ഞ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ സഹായത്തോടുകൂടി വീണ്ടും മറ്റൊരു ഈവൻ്റ് സംഘടിപ്പിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടി വന്നു. വീണ്ടും 3ാമത്തെ ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ May 28 ഈ വർഷം നടന്ന കമ്മിറ്റിയിൽ ഞങ്ങളൊരു കമ്മിറ്റി കൂടി ഈ ഈവൻറ്റിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റേഷനും ഓർഗനൈസ് ചെയ്തു. തുടർന്ന് ഈ പ്രോഗ്രാമിനെ തന്നെ പല പല ഭാഗങ്ങളായി വിഭജിച്ചു കൊടുത്തുകൊണ്ട് പുതിയ സബ് കമ്മിറ്റികൾ രൂപപ്പെട്ടു. അപ്പം അവിടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്നോടൊപ്പം നമ്മളോടൊപ്പം സംഘടിച്ച ഉണ്ടായിരുന്ന ഏകദേശം 50ഓളം വരുന്ന സാധാരണക്കാരായ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കൂട്ടുകാരോട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഈ കൂട്ടായ്മ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മളെന്താണ് ഒരു ദിവസം കൂടി നമ്മുടെ അധ്യാപകരെ ആദരിച്ചു. നമ്മളെന്താണ് ആഹാരം കഴിക്കാൻ, എന്താണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകും. ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു കമ്പനി അല്ല, ഒരു കൂട്ടായ്മ അല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത ഒത്തിരി പേരെ ഈ വീടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒത്തിരി പേര് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കൂടിയതിൻ്റെ അതിൻ്റെ ഒരു കംപ്ലീഷൻ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ കൂട്ടായ്മ ഏകദേശം സജീവമായി നിൽക്കുന്ന 60 പേരുടെയും മനസ്സിലുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് തീർച്ചയായും അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. ഞാൻ ആ പേര് പറയുന്നു. 2, നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഉള്ള ആൾക്കാരുടെ മക്കൾക്ക് സാമ്പത്തികമായിട്ട് പഠിക്കാനാണ് കഴിവില്ലാതെ വളരെ നല്ല SLCക്ക് മാർക്കുണ്ടായിരുന്നു ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ആരും പറയുന്നില്ല. അവർക്ക് മക്കളെ തുടർന്ന് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവർക്കൊരു സാമ്പത്തിക സഹായം നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. 3ാമതായിട്ട് നമ്മുടെ മാസ്റ്റർ പറഞ്ഞ പോലെ സ്കൂളിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം. തീർച്ചയായിട്ടും ദിലീപ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ മറ്റൊരവസരത്തിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലുണ്ടാകും. ഞങ്ങളത് മാറ്റി കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവർക്കും അപേക്ഷിക്കാനുള്ളത് ദയവായി ഈ കൂട്ടായ്മയിൽ തുടർന്ന് സഹായിക്കും. തുടർന്ന് ഈ നല്ല കാര്യങ്ങളുടെ ഫലങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളുടെ ഫലങ്ങളെല്ലാം നമ്മുടെ തലമുറയിലുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്. അതിൻ്റെ നന്മ ഉണ്ടാകും. ഈ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് മുൻപോട്ട് പോകും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പേരിലൊരു ട്രസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഉദ്ദേശമുണ്ട്. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ട്രസ്റ്റ് ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയായിട്ട് നിന്നുകൂടെ. സോ ട്രസ്റ്റ് എന്നത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്. തന്നെ ഫലങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് തന്നെ ഒത്തിരി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു 100 രൂപ ഞങ്ങൾക്ക് ഈ ട്രസ്റ്റിൻ്റെ പേരിൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ 100 രൂപ ടാക്സ് എക്സംപ്ഷൻ കിട്ടത്തില്ല. അതുപോലെ അപ്പം ഞങ്ങൾക്കൊരു എൻ്റർപ്രൈസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെവലിൽ ഒരാളെ അപ്രോച്ച് ചെയ്യണം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അപ്രോച്ച് വേണമെങ്കിൽ ഒരു ട്രസ്റ്റ് എന്ന പേരിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രസ് അറിയിക്കും. ദൈവം ചെയ്ത് ഞങ്ങൾ കൂടെ അത് മാത്രമാണ് എനിക്ക് ഈ പ്രശ്നത്തിൽ എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. സാമ്പത്തികം എന്നത് 2ാമത്തെ കാര്യം. വീണ്ടും ഒരിക്കൽ കൂടി ഈ കുട്ടി നമ്മുടെ കൂട്ടായ്മയിൽ ഞങ്ങളോട് സഹകരിച്ച് എൻ്റെ എല്ലാ വിദ്യാർത്ഥി
സുഹൃത്തുക്കളുണ്ട്. ഒരുവട്ടം കൂട്ടായ്മയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി ഒരു വട്ടം കൂടി പ്രോഗ്രാം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സജിത് സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ വിശിഷ്ട അതിഥികളായ അധ്യാപകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന സമൂഹത്തിനും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഒട്ടനവധി ധന്യമുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ സൗഹൃദത്തിൻ്റെ മാറ്റ് കൂട്ടുവാൻ ഉതകിയ ഒരു മഹനീയമായ പരിപാടിയുടെ ചടങ്ങിൽ സംഘടിപ്പിക്കാൻ അധ്യക്ഷത അലങ്കരിക്കുവാൻ കഴിഞ്ഞതിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി പിരിഞ്ഞതായി അറിയിക്കും.
സ്വരം. സ്നേഹമേ നീ കുടനിവർത്തി പൊൻവസന്തം നീ വിടർത്തി മൗനമായൻ നെഞ്ചിനുള്ളിൽ ആ സുഗന്ധം നീ പരത്തി. നിന്റെ കാണാത്ത കനവെന്റെ കവിളിൽ തൊട്ടു. എന്നിൽ മായാത്ത സ്വപ്നങ്ങൾ ചിറകണിഞ്ഞു. ഈ അണയാത്ത സ്നേഹത്തിനതിരില്ലാതെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം. സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം.
രണ്ട് പയ്യന്മാർ തമ്മിലുള്ള മാച്ചിയേരെ പയ്യന്മാർ